അതിൽ അദ്ദേഹം വെച്ച വൈറ്റ് പേപ്പർ യാഥാർത്ഥ്യബോധം അല്പവും ഇല്ലാത്തതാണ്. UDF സർക്കാരിന്റെ കാലത്തുണ്ടായ നികുതിയേതര വരുമാനത്തിലെ റെക്കോർഡ് കളക്ഷൻ ധവളപത്രം മറച്ചുവെച്ചു. നികുതി വരുമാനത്തിലും വർധനവുണ്ടായി. ഇദ്ദേഹം നികുതി പിരിവ് UDFന്റെ കാലത്ത് കുറഞ്ഞു എന്ന് പറയുന്നത് ടാർഗറ്റിലെത്തിയില്ലെന്നുള്ളതാണ്. നമ്മുടെ പ്ലാൻ സൈസ് കൂട്ടണം. അതേ സമയത്ത് നികുതി അവരുടെ കാലത്ത് 55% കൂടിയപ്പം UDFന്റെ ഈ 5 വർഷക്കാലം കൂടിയത് 92.58%. റവന്യൂ കമ്മിയുടെ കാര്യത്തിൽ ധവളപത്രത്തിലെ വിമർശം UDF നയത്തിനുള്ള അംഗീകാരമായെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ആ ലക്ഷ്യത്തിലേക്ക് നേടാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയിൽ ഇവിടുത്തെ പാവപ്പെട്ടവനെ മറക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അത് ക്രെഡിറ്റോ ഭാരമോ എന്തുവാകട്ടെ, 2 ശമ്പള കമ്മീഷൻ നടപ്പിലാക്കിയ കേരളത്തിലെ ഒരേ ഒരു ഗവൺമെന്റ് ആയിരുന്നു UDF ഗവൺമെന്റ്. 46,323 പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു. ഇതൊന്നും പാഴ്ചെലവുകളല്ലെന്ന് പറഞ്ഞായിരുന്നു UDF സർക്കാർ ദൂർത്തടിച്ചുവെന്ന പരാമർശത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറഞ്ഞത്. മീഡിയ 1 തിരുവനന്തപുരം.